ഞാൻ പണ്ട് മിസ്റ്റർ ബട്ട്ലർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ രണ്ടുപേരും വലിയ കാറിലൊക്കെ വരണേ, മനസ്സിലായി? പുള്ളി ഫോർഡ് വണ്ടിയിലൊക്കെ വരണേ. വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു കള്ളിമുണ്ടും ഒരു ചട്ടൊക്കെ ഇട്ടിട്ട് പുള്ളി അവിടെ ഇങ്ങനെ, അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിക്കണു. എന്തു ചേട്ടാ തന്നെ ചിരിക്കണേ? അല്ല ഞാൻ ആലോചിക്കുക, നമ്മള് വലിയ ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടിയിലൊക്കെ വരിക, എന്നിട്ട് ഇവിടെ വന്നിട്ട് ആ നല്ല കുപ്പായ കഴിച്ച് മാറ്റിയിട്ട് മറ്റേ ഇതൊക്കെ എടുത്തിട്ട് കള്ളിമുണ്ടൊക്കെ എടുത്ത് മുടക്കി കുത്തി അടുത്ത പണി തന്നെയാണ് ഇവിടെ. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ശരിയാണ്. ഇയാള് ഇന്ന് വന്നുള്ളൂ, അതിന് വലിയ തമാശക്ക് ഉള്ളത് വേണ്ട. ഗോപിക്ക് മാത്രല്ല തനിക്കുണ്ടാ കുഴപ്പം. അതേ പറയണത്, ഇടയ്ക്കിടയ്ക്ക് വരാൻ പാടും, എപ്പോഴും ഇവിടെ തന്നെ വന്നിരുന്നിട്ട് കാര്യമില്ല. ഇവര് വിളിക്കാടാ എന്നെ. പച്ചയുടെ കാര്യം ചോദിച്ചപ്പോഴാണ് അല്ലേ ഗോപി? അതാണ് ദിലീപേട്ട, ഇപ്പൊ നമ്മള് കാറിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഒരു പച്ചക്കാർ, അല്ലേ അതിലല്ലേ വന്നത്? ഞാൻ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ്. ഒന്ന് നമ്മൾ പച്ച പിടിച്ച ആൾക്കാരാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് വെള്ളക്കാറായിരുന്നത്. അത് പച്ച കടിച്ച് കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട്, സത്യത്തില് ചേട്ടന്റെ പഴയ വണ്ടിയ വെള്ള. ഇപ്പൊ ഇത് ഈ പച്ച പെയിന്റ് അടിച്ചിട്ട് കല്യാണ ഓട്ടത്തിലേക്ക് കൊടുക്കുക. അല്ലേ, ഇയാൾക്കുണ്ടോ അങ്ങനെ ഒരു വണ്ടി? ഇയാള് കല്യാണത്തിനല്ല, മരണാവശ്യത്തിന് ഇങ്ങനെ എന്റെ കല്യാണം അതിന് അടുക്കൊരു തുളയിട്ടിട്ട് അതിനകത്ത് വെക്കുന്ന ഹോസ്പിറ്റലിന്റെ മുമ്പിൽ എപ്പോഴും ഉണ്ടാവും. മനസ്സിലായില്ലേ? അതെ, വേറെ കാര്യം ചോദിച്ചോട്ടെ. നമ്മളൊരു ഗസ്റ്റ് നമ്മുടെ ഈ പരിപാടിയിലേക്ക് വരുമ്പോൾ അതിന്റെ ഒരു കളർഫുൾ ആയിട്ടൊരു പ്രൊഫൈലൊക്കെ വേണ്ടേ? അതൊക്കെയല്ലേ അതിന്റെ ഒരു. ഞാൻ ഇവിടെ വന്നപ്പോ ചോദിച്ചു നസീർക്ക, അതൊക്കെ വേണം. അത് നമ്മളെ സാധാരണ ഒരു ചാനലിൽ വരുമ്പോ പിന്നെ അവരുടെ ഒരു പ്രൊഫൈല് കാണിക്കണം അല്ലെ? വേണം. ഇവിടെ ഞാൻ ചോദിച്ചേട്ടാ, ഓരോരുത്തരുടെ ചോദിച്ചു, ഒരാളും ചെയ്തില്ല. ഒരു മര്യാദയില്ല. ഞാൻ ഇവിടെ സെക്യൂരിറ്റി അടുത്ത് വരെ ചോദിച്ചു, ആരെങ്കിലും ഒരാൾ ദിലീപേട്ടൻ ഒരു പ്രൊഫൈൽ ചെയ്തിരുന്നു? ഇല്ല, ചെയ്തില്ല. പക്ഷേ ഇതാണ് CD. എന്തിന്റെ? ദിലീപേട്ടന്റെ ലൈഫ് ഹിസ്റ്ററി ഉണ്ട് ഈ CD-യിൽ. ദിലീപേ, മിഥുൻ അത് ചെയ്യുന്ന എനിക്കറിയാറുണ്ട് ചേട്ടാ. ഞാന് നമ്മുടെ ഒരു മലയാളം മാഷുണ്ട്, പുള്ളി ഇപ്പൊ ദുബായിലാണ്. പുള്ളിയെ കൊണ്ട് എഴുതിച്ച വരികളാണ് ഇതിനകത്ത്. ഇടട്ടെ? ഫുള്ള് പ്ലേ ചെയ്യാൻ പോവാണ്. നേരത്തെ പ്ലേ ചെയ്തേ ചേട്ടാ. പിന്നെ ഒരു കാര്യം, ഈ CD കണ്ടു കഴിയുമ്പോ ചേട്ടൻ എന്നെ കെട്ടിപ്പിടിക്കണം, സ്നേഹം കാണിക്കണം, എന്നെ പുഴുത്തണം എന്നൊക്കെ തോന്നും. ഈ ഷോയിലെ മെയിൻ ആള് ചേട്ടനാണ്. ചേട്ടന്റെ അടുത്തുള്ള സ്നേഹമാണിത്, അത്രേ ഉള്ളൂ. ഇല്ല, ഞാനപ്പോ എന്നാ അത് പ്ലേ ചെയ്യട്ടെ, കാണു. ക്രിസ്തുവിന്റെ ഇഹലോകവാസ പര്യവസാനത്തിന് ശേഷം ഒരു ഒക്ടോബർ 27-ാം തീയതി മധ്യ കേരളത്തിലെ ഒരു ഭവനത്തിൽ ഭൂജാതനായ ഒരു ബാലകൻ, അതാണ് ദിലീപ്. ആ കിശോര ശിരോമണിയുടെ നാമകരണം ഗോപാലകൃഷ്ണൻ എന്ന് അനുധാവനം ചെയ്യപ്പെട്ടു. അതാണ് ദിലീപ്. ഐ എം ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ, ഗോപാലകൃഷ്ണൻ. ആപാദചൂഡം അഭിനയ ചത്തുരത്തിന്റെ ആരാമ സീമണിയിൽ അനർഗളം പരിലസിക്കുന്ന അനവദ്യ സുന്ദര മേഘജ്യോതിസ്, അതാണ് ദിലീപ്. കോടീരപ്രഭ ചുഴഞ്ഞിറങ്ങുന്ന കാദംബരി സദസ്സുകളിൽ ഹാസ്യഭാവ മുക്ത മന്ദസ്മിത സ്മജ്ഞയാൽ ചലച്ചിത്ര സന്നിധാനത്തിന്റെ സോപാന കുടീരങ്ങളിൽ ഒള്ളിയാൻ കോരിയിടുന്ന അഞ്ജലിബദ്ധ ഇംഗിതൻ, അതാണ് ദിലീപ്. ആഗോള കബന്ധങ്ങളുടെ നിപത ചക്രവാളത്തിൽ കലയുടെ വിദ്യുംഗ ഭൃംഗാരാമ സംവാദന അഗ്നിശൃംഗങ്ങളിൽ കലാദേവതയുടെ കടാക്ഷം നേത്രാലാപ അപാംഗ നിറകളിൽ പകർന്നാടാൻ നൈമിഷിക ദിഹ്വകൾ ജഡരാജ്ഞി ജ്വാലകളിൽ കടഞ്ഞെടുത്ത വ്യക്തിത്വം, അതാണ് ദിലീപ്.